എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഒരു കപ്പ് പച്ചരി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. 35 ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു അളവിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന്. ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് അളന്നിട്ടാണ് ഞാൻ എടുത്തത്. കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനാറ്റം അളന്നിട്ട് എടുക്കുക. 5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ അരിയെല്ലാം കുതിർന്ന് കിട്ടും. മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കുക. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 160 ഗ്രാമോളം ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മധുരമാണ്, കറക്റ്റാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 180 ഗ്രാമോളം ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഒരുപാട് തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നന്നായിട്ട് തിളച്ച് ശർക്കരയെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മെൽറ്റായിട്ടാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടൊക്കെ പോയിട്ടാകുമ്പോൾ നമുക്കിത് നല്ലതുപോലെ അരിച്ചിട്ടാണ് നമ്മളിത് അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിലെന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ശർക്കരയെല്ലാം ഒന്ന് ചൂട് പോയതിന് ശേഷം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 1/4 കപ്പ് ശർക്കരയാണ് ഉള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ പോകാനായിട്ട് അരിപ്പയിലിട്ട് കൊടുത്താൽ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പം കൂടുതൽ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചരി കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൻ്റെതാണ് കാണിക്കുന്നത്. അരി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനിയിൽ നിന്നും കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം ബാക്കി വെക്കുക. ബാക്കി 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ 1/4 കപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ചെറിയൊരു തരിയോട് കൂടിയാണ് വേണ്ടത്. അപ്പം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മൈസൂർ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് വലിയ പഴമാണ്, അതുകൊണ്ട് ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെറിയ പഴമാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇനി ബാക്കി വരുന്ന ആ ഒരു ശർക്കര പാനി കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരിയും ശർക്കരയും മാത്രം ചേർത്ത് അരക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അരക്കുക. പിന്നെ പഴവും മൈദയും ചേർത്തിട്ട് അരക്കുമ്പോൾ കുറച്ചൊന്ന് അടിച്ചെടുത്താൽ മതി, ഒരുപാട് അരിഞ്ഞു പോകണ്ട. അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, ഇത് ചുടേണ്ട ആ ഒരു സമയത്ത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ചെറിയൊരു തരിയോട് കൂടിയാണ് കേട്ടോ ഈ ഒരു ബാറ്റർ വേണ്ടത്. നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു തരിപ്പ് വേണം, ഒരുപാട് തരിയല്ല, ചെറിയൊരു തരി. ഇനി നമുക്കിതൊരു 5-6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഒരു 8-9 മണിക്കൂറെല്ലാം വെച്ചോ, അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറോളം വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകരുത്. നിങ്ങളെ ബാറ്റർ എത്രയാണോ ടൈറ്റായിട്ട് വന്നിന് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങളിപ്പം ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ആദ്യമേ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഉണ്ണിയപ്പം ചുടുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിടാം. ആ ഒരു ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങാക്കൊത്തെല്ലാം കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് എള്ളും കൂടെ ഇട്ടിട്ട്, കറുത്ത എള്ളും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചൂടോടെ തന്നെ പിന്നെ ആ ഒരു ഗീയോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക.
നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ജീരകം അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചേർത്തിന്, പക്ഷേ ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ കൂടുമല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം ഓയിലുണ്ടായാൽ മതി. വെളിച്ചെണ്ണയും ഗീയും തന്നെ വേണമെന്നൊന്നുമില്ല. ഓയിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗം ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം. പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. പിന്നെ ആദ്യം നമ്മൾ ഒഴിച്ചത് ആദ്യം തന്നെ പെട്ടെന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ മുകൾ ഭാഗം ഇങ്ങനെ പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ട് അതൊരു രസം ഉണ്ടാവില്ല, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് അത് പൊട്ടി പുറത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ കുഴിയിലേക്കും ഒഴിച്ച് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിപ്പോൾ 12 കുഴിയാണ് ഈ ഒരു ചട്ടിക്കുള്ളത്. അപ്പോൾ 3 പ്രാവശ്യം ഒഴിക്കേണ്ടതാണ് എനിക്കുണ്ടായിന്. 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു കുഴി ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഒരു കുഴിയിൽ ഉണ്ടായിട്ടില്ല. അതാണ് 35 ഉണ്ണിയപ്പം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് 35 ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററാണിത്. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നല്ല ചൂട് ചായക്കൊപ്പം നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കൂടെ കൂട്ടിക്കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയുമായിരിക്കും, എന്നാലും അറിയാത്തവരും ശരിയാവാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.